Good morning, students. Adutha university question idana. Obtain Fourier sine transform of 1 by x. KTU university question aana. This problem 1 by x inde Fourier sine transform kandupidikkum. Fourier sine transform aanulla formula endana? Fs of s. Fs of s is equal to. Adha nammade Fourier sine transform inde formula idda. Formula ningalku mark ulladana. Formula idda root of 2 by pi integral 0 to infinity f of x sine sx dx. First we write the formula for Fourier sine transform. Fourier sine transform representation fs of s nana. Adinte formula root of 2 by pi 0 to infinity f of x sine sx dx. Ini nammal endu cheyanam? Root of 2 by pi integral 0 to infinity. Ivide f of x തന്നിരിക്കുന്നത് എന്താണ്? 1 by x sine sx dx. ഇനി നമുക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ സാധ്യമല്ല. 1 by x into sin sx dx എന്നാണ്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ സാധിക്കില്ല എങ്കിൽ നമ്മൾ മറ്റൊരു മെത്തേഡ് ഉപയോഗിക്കും, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എസ് എക്സിന് പകരം ടി എന്ന് കൊടുക്കുക. ഇവിടെ ഈ എക്സ് എന്നുള്ള വേരിയബിൾ നമ്മൾ മറ്റൊരു വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എക്സ് എന്നുള്ള വേരിയബിളിനെ മറ്റൊരു വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് എസ് എക്സ് ഈക്വൽ ടി എഴുതും. എസ് എക്സ് ടി ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എസ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? ടീച്ചിന്. എസ് എക്സ് ഈക്വൽ ടു ടി ആണെങ്കിൽ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ടി ബൈ എസ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഫോർമുലയില് റൂട്ട് ഓഫ് 2 by pi ഇന്റഗ്രൽ 1 by x. ഇവിടെ സൈൻ എസ് എക്സിന് വരെ എന്ത് കൊടുക്കും? സൈൻ എസ് എക്സിന് വരെ സൈൻ ടി. ഡി എക്സിന് വരെ എന്ത് കൊടുക്കും? ഡി എക്സിന് വരെ ഇവിടെ ഡി എക്സ് ഈക്വൽ ഡി ടി ആണെങ്കിൽ ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ എസ്. ഡി ടി ബൈ എസ് കൊടുത്തു. ഇനി ഈ എക്സിന് വരെ എന്ത് കൊടുക്കണം? എക്സിന് പകരം ടി ബൈ എസ്. ഇനി നോക്കാം, ഇതിന്റെ ലിമിറ്റ് നോക്കാം. ലിമിറ്റ് നോക്കാം. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു 0 ആവുമ്പോൾ ടിയുടെ വാല്യൂ എന്താണ്? 0 തന്നെയാണ്. X is equal to infinity ആകുമ്പോഴാണ് t is equal to s in infinity, therefore again infinity ആണ്. അപ്പൊ ലിമിറ്റും 0 to infinity ആണ്. അപ്പൊ ഈ s s നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? റൂട്ട് ഓഫ് 2 by pi ഇന്റഗ്രൽ 0 to infinity sin t by t dt. sin t by t dt. അടുത്ത സ്റ്റേജില് is equal to ഇവിടെ 0 to infinity sin t by t. ഈ ഫോർമുല നമ്മൾ പഠിച്ചു വെക്കണം. 0 to infinity sin t by t dt എന്ന് പറഞ്ഞാൽ ഒരു റിസൾട്ട് ആണ്. ആ റിസൾട്ടിന്റെ ആൻസർ ഇതാണ്, പൈ ബൈ 2 എന്നാണ് ആൻസർ. പൈ ബൈ 2. ഈ റിസൾട്ട് നമ്മൾ ഓർത്ത് വെക്കണം. ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ റിസൾട്ട് നമ്മൾ ഓർത്ത് വെക്കണം. 0 to infinity sin t by t dt എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ബൈ 2 ആണ്. പൈ ബൈ 2. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? നോക്കിയേ, ഇവിടെ root of 2 by pi into 0 to infinity sin t by t dt ക്ക് വരെ എന്ത് കൊടുക്കാം? പൈ ബൈ 2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ റൂട്ട് 2 ഉണ്ട്. ഇവിടെ പൈ നമുക്ക് റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ എഴുതാം. ഇവിടെ നമുക്കൊരു റൂട്ട് പൈ ഉണ്ട്. ഇവിടെ നമുക്ക് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. ഈ റൂട്ട് 2 ക്യാൻസൽ ചെയ്യും. ഈ റൂട്ട് പൈ ക്യാൻസൽ ചെയ്യും. അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? റൂട്ട് ഓഫ്. അപ്പോ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് 1 by x ന്റെ ആൻസർ എന്ത് കിട്ടി? റൂട്ട് ഓഫ് പൈ ബൈ 2. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ ഫോറിയർ സൈൻ ട്രാൻസ്ഫോം കാണുമ്പോൾ നമ്മൾ അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ആണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ ഡയറക്റ്റ് ഇന്റഗ്രേഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കും. നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ഇന്റഗ്രേഷൻ സാധ്യമല്ലെങ്കിൽ നമ്മൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പല പല മെത്തേഡുകളുണ്ട്. ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, അങ്ങനെ ഡിഫറെന്റ് മെത്തേഡുകളുണ്ട്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് അതാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് എക്സ് എന്നുള്ള വേരിയബിള് മറ്റൊരു വേരിയബിളിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. അത് നമ്മൾ എന്താ എടുക്കുന്നത്? എസ് എക്സ് ഈക്വൽ ടി എടുക്കും. എസ് എക്സ് ടി എടുക്കുമ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എസ് എക്സ് ഈക്വൽ ടു ടി എന്നുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എസ് ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. എസ് കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എസ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി ടി. അപ്പൊ ഡി എക്സ് സമയം എന്തായിരിക്കും? ഡി ടി ബൈ എസ്.
Sx equal to t ആണെങ്കിൽ x സമയം എന്തായിരിക്കും t by s ആയിരിക്കും. ഇനി ആ വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ എക്സിന് പകരം കൊടുക്കുന്നു ടി ബൈ എസ് കൊടുക്കുന്നു, സൈൻ എസ് എക്സിന് പകരം സൈൻ ടി കൊടുക്കുന്നു, ഡി എക്സിന് പകരം ഡി ടി ബൈ എസ് കൊടുക്കുന്നു. ഈ എസ് ബൈ ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2/π. ലിമിറ്റിന് യാതൊരു ചേഞ്ച് ഇല്ല. കാരണം എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ടി ഈക്വൽ ടു 0 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ടി ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. കാരണം ഈ എസ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നാണ്. Therefore 0 to infinity sin t by dt. ഇനി 0 to infinity sin t by dt എന്നുള്ളത് ഒരു റിസൾട്ട് ആണ്. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ്. ആ റിസൾട്ടിന്റെ ആൻസർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന്റെ ആൻസർ എന്താണ്? π/2 എന്നാണ് ആൻസർ. ആ π/2 എന്നുള്ള ആൻസർ ചേർക്കുന്നത് റൂട്ട് ഓഫ് 2/π into π/2. എന്ത് നോക്കിയേ, ഈ റൂട്ട് ഓഫ് 2 നമ്മൾ റൂട്ട് 2 ഇൻറ്റു പൈ നമ്മൾ റൂട്ട് പൈ ഇൻറ്റു റൂട്ട് പൈ, ഇവിടെ റൂട്ട് പൈ 2 റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എഴുതി കഴിയുമ്പോൾ ഈ റൂട്ട് പൈ കിട്ടും, റൂട്ടും കിട്ടും. ബാക്കി എന്താണ് അവശേഷിക്കുന്നത്? റൂട്ട് പൈ ന്യൂമറേറ്ററിലുണ്ട്, റൂട്ട് 2 ഡിനോമിനേറ്ററിലുണ്ട്, റൂട്ട് ഓഫ് π/2. ദ ഫൈനൽ ആൻസർ വിൽ ബി റൂട്ട് ഓഫ് π/2. അങ്ങനെ ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ 1/x ഫോറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ആൻസർ നമുക്ക് എന്താണ് കിട്ടുന്നത്? റൂട്ട് ഓഫ് π/2. ഇപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.